നിങ്ങളുടെ കേൾവി ശക്തി നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതാണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഈ ഒരു വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ പ്രായക്കാരായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ടെസ്റ്റ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ അവർ ആ കാണിക്കുന്ന 2 kHz മുതൽ 20 kHz വരെ സൗണ്ടുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തരുന്ന സൗണ്ട് തന്നെയാണോ നമ്മൾ കറക്റ്റ് ആ ഒരു ഫ്രീക്വൻസി തന്നെയാണോ നമ്മൾ കേൾക്കുന്നതെന്ന് നമുക്കറിയാമോ? കാരണം ഇതൊന്നും കാലിബ്രേറ്റഡ് അല്ലല്ലോ, ഇതൊന്നും മെഷേർഡ് അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോണിൻ്റെ സ്പീക്കർ വഴിയാണോ അല്ലെങ്കിൽ ഇയർഫോൺ വഴിയാണോ ഹെഡ്ഫോൺ വഴിയാണോ ആ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ സ്പീക്കർ എത്രത്തോളം കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. 2, ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു നോർമൽ ഫ്രീക്വൻസി റേഞ്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ കാണിക്കുന്ന പോലെ 2 kHz മുതൽ 20 kHz വരെ തന്നെയാണ്. പക്ഷേ നമ്മൾ വളരും തോറും നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഒന്ന്, നോർമലി ഏജിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കാണും. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മളുടെ ഓഡിറ്ററി സിസ്റ്റത്തിന് ചെറിയ ചെറിയ ചേഞ്ചസ് വരും, ചെറിയ വീക്ക്നെസ് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചില ഹയർ ഫ്രീക്വൻസി റേഞ്ചുകൾ അഫക്റ്റഡ് ആയിരിക്കും. 2, നമുക്ക് കിട്ടുന്ന സൗണ്ട് എക്സ്പോഷറിനനുസരിച്ചിട്ട് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ ഒരു നോർമൽ ഫ്രീക്വൻസി റേഞ്ച് നോക്കുകയാണെങ്കിൽ 2 kHz മുതൽ 16 kHz വരെ ആയിരിക്കും. പക്ഷെ ഒരു മ്യൂസീഷ്യന് ചിലപ്പോൾ ആ ഒരു 16 kHz മുകളിലോട്ട് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് കാണാം. അപ്പോൾ പുള്ളിക്ക് ആ ഒരു സൗണ്ടുകൾ കേട്ട് 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 പുള്ളിയുടെ ഓഡിറ്ററി സിസ്റ്റം അതുമായിട്ട് അഡാപ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുള്ള നമുക്ക് ജീവിക്കാൻ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കിട്ടുന്ന ആ ഒരു സൗണ്ടിന്റെ എക്സ്പോഷറിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഓഡിറ്ററി സിസ്റ്റവും അതിനനുസരിച്ചിട്ടായിരിക്കും അഡാപ്റ്റ് ആകുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള എല്ലാ ആളുകൾക്കും 2 kHz മുതൽ 20 kHz വരെ കേൾക്കാൻ പറ്റണം എന്നുള്ളതില്ല. ഞാൻ പറഞ്ഞ പോലെ ഒന്ന്, നമ്മുടെ ഏജിങ്ങിനനുസരിച്ചിട്ട് അതിനൊരു ഫാക്ടർ വരും. ഓൾസോ നമ്മുടെ സൗണ്ട് എക്സ്പോഷർ, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ എൻവയോൺമെന്റിനനുസരിച്ചിട്ടും അതിന് ചേഞ്ചസ് വരും. ഓക്കെ. സോ അതിനകത്ത് ചില കമന്റ് നോക്കുമ്പോൾ അറിയാം, എനിക്ക് എൻ്റെ പ്രായം 24 പക്ഷേ 32 കാണിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ജെന്യൂനായിട്ടൊരു കേൾവി പരിശോധിച്ച് നോക്കണം. നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കേൾവി പരിശോധിച്ച് നോക്കുക എന്നതാണ്. അല്ലാണ്ട് ഒരു ഓൺലൈൻ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് ചോദിച്ചാൽ സോ യാ